ഓക്കെ, സോ ഇന്ന് ഓഗസ്റ്റ് 8 വന്ന ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് പറയുന്ന പോലെ ഇതിൽ ഏതാണ് GS പേപ്പർ 1 ആണോ അതോ GS പേപ്പർ 2 ആണോ 3 ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ശ്രമിക്കുക. ഞാനിപ്പം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ന്യൂസ് മാത്രമാണ്. നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ പോകുന്ന സമയത്ത് ഏതാണ് പേപ്പർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമ്മൾ മോർണിംഗിൽ കുറച്ചതിന് ശേഷം ഒരു 12 മണിക്ക് അങ്ങനെയാവുന്ന സമയത്ത് ഏതൊക്കെ ആർട്ടിക്കിൾസ് എന്തൊക്കെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ന്യൂസ് പേപ്പറിൽ തന്നെ മാർക്ക് ചെയ്ത് നമുക്ക് അയച്ചു തരാം. ഓക്കെ, നമ്മൾ ഫ്രണ്ട് പേജിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ 100 gram ക്രഷസ് വിനേഷ് ഒളിമ്പിക് ഡ്രീംസ് ജസ്റ്റ് ഒരു ന്യൂസാണ്. ആ ന്യൂസ് പെർസ്പെക്റ്റീവിൽ മാത്രം വായിച്ചു നോക്കാം. പ്രത്യേകമായിട്ട് UPSC പെർസ്പെക്റ്റീവിൽ നിന്ന് വായിക്കേണ്ട, ബട്ട് നാഷണൽ ലെവലിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഒരു ന്യൂസ് എന്ന ലെവലിൽ നിങ്ങൾക്ക് അറിയാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് പേജിൽ ബാക്കി ന്യൂസുകളൊന്നുമില്ല. ഓൾറെഡി ബംഗ്ലാദേശിൽ നടക്കുന്ന ഇഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് പൊളിറ്റിക്കൽ ന്യൂസ് മാത്രമാണ് ഉള്ളത്. പിന്നീട് ഒരു സയൻസ് അവാർഡിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള ISRO രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ഓർ നാഷണൽ അവാർഡ്സ് 3 സയൻറ്റിസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ISROയിലുള്ള. അത് ആരൊക്കെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. ദെൻ സ്റ്റേറ്റ്സിൽ നമുക്ക് ഒരു ആർട്ടിക്കിൾസും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, എന്തോ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റേറ്റ്സ് അത്ര കാര്യമായിട്ട് നോക്കണ്ട. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് വരുന്ന ആർട്ടിക്കിളാണ് സെൻറ്റർ ഈസ് ട്രൈയിങ് ടു കമ്മ്യൂണലൈസ് NCERT കരിക്കുലം കർജെ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ NCERT നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, NCERTയിൽ നിന്ന് പ്രിയാമ്പിൾ എടുത്ത് കളയുന്നത് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രിയാമ്പിൾ എടുത്ത് കളയുന്നതോ NCERTനകത്തുള്ള കരിക്കുലം ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് അത് ലോക്സഭയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഗവൺമെൻറ് പറയാണ് ഞങ്ങൾ എടുത്ത് മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത്, ഓപ്പോസിഷൻ പാർട്ടി പറയുന്നത് എടുത്ത് മാറ്റി എന്ന് പറയുന്നത്. നമുക്കിവിടെ ആകെ നോക്കാനുള്ളത് ഈ ഒരു ഡിസ്കഷൻ നടന്നിരിക്കുന്നത് ഡ്യൂറിങ് ദി 0 ഹവറിലാണ്. രാജ്യസഭയിലുള്ള 0 ഹവറിലാണ് നടന്നിട്ടുള്ളത്. അപ്പം എന്താണ് 0 ഹവർ, രാജ്യസഭ പ്രൊസീഡിങ്സ് എന്താണ്, അത് മാത്രമാണ് നമുക്ക് ആർട്ടിക്കിൾസ് അറിയാനുള്ളൂ. ഈ ന്യൂസ് പെർസ്പെക്റ്റീവിൽ NCERTയിൽ അവിടെ ഒരു കാര്യം നടക്കുന്നു എന്ന കാര്യമുള്ള മാത്രം അറിഞ്ഞാൽ മതി. ഇൻ ഫൈനൽ ഇവരുടെ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാത്തിനും ശേഷം നമുക്ക് ഫൈനൽ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പം എന്താണ് NCERTയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയായിരിക്കും ചിലപ്പോൾ UPSC ചോദിക്കുന്നത്. അതിൽ പറയാനൊന്നും ഉണ്ടല്ലോ, നമുക്ക് ആ ന്യൂസ് മാത്രം അറിയുക എന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ന്യൂസിലേക്ക് നോക്കുന്ന സമയത്ത് ലോക്സഭ പാസസ് ഫിനാൻസ് ബിൽ അമെൻസ് പ്രൊവിഷൻസ് ഓൺ LTCG ടാക്സ്. ഇവിടെ എന്താണെന്ന് അറിയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ 2 എക്കണോമിയിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എക്കണോമിക് ടേംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടേംസ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് എക്കണോമിയുടെ പ്രിലിംസിൻ്റെ മെജോറിറ്റി 96% ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്കണോമിയുടെ ടേംസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, LTR എന്താണ്, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ടേംസ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് പുതിയ ടേമാണ് LTCG പുതിയ ടേമല്ല, ഓൾറെഡി ഉള്ളൊരു ടേമാണ്. LTCG മീൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ LTCG ടാക്സ് എന്താണ്, ഈ ടാക്സ് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ഓക്കെ. സോ ഇതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എങ്ങനെയാണ്, ഇതെപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, ഇൻഡക്ഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റും കൂടി വരുന്നുണ്ട്. ഒരു റീസെൻ്റ് ആയിട്ട് വന്ന അമെൻമെൻറ്റ്, ദാറ്റ് മീൻസ് ലോക്സഭയിൽ അമെൻമെൻറ്റ് ആയിരുന്നു. അമെൻമെൻറ്റിൻ്റെ അകത്താണ് പറയുന്നത് LTCG ടാക്സ് ആർക്കൊക്കെ പേ ചെയ്യാം, ആർക്കൊക്കെ ബെനിഫിറ്റ് ആവുന്നില്ല കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇൻഡക്ഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റും കൂടി വരുന്നുണ്ട്. അതാണ് ഒരു ടേം. അപ്പോൾ ഇൻഡക്ഷൻ ബെനിഫിറ്റ് എന്താണ്, അതും LTCGയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഈ ഒരു കാര്യങ്ങളും കൂടി മാത്രം അറിയാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ കസ്റ്റം ഡ്യൂട്ടി കുറക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു പോയിന്റാണ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറക്കുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളും കൂടി ഈ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ജസ്റ്റ് മെൻഷൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കസ്റ്റം ഡ്യൂട്ടി കുറക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്ന് നോക്കുക, കസ്റ്റം ഡ്യൂട്ടി എങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് വരുന്നത് വഖഫ് ബോർഡാണ്.
മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വരുന്ന വഖഫ് ബോർഡിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൽ എന്താണ് വഖഫ് ബോർഡ് എന്ന് വേണമെങ്കിൽ ആദ്യം തന്നെ നോക്കാം. അപ്പോൾ വഖഫ് ബോർഡ് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് കംപ്രൈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലാൻഡ് ഡൊണേറ്റഡ് ബൈ ദ ഫോളോവേഴ്സ് ഓഫ് ഇസ്ലാം. ഓക്കെ, ഓറലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ തരത്തിൽ ഒരു പ്രോപ്പർ അഗ്രിമെൻ്റ് ഒന്നല്ല, ജസ്റ്റ് ഓറലി ഇപ്പം എൻ്റെ സ്ഥലം ഞാൻ വിട്ടുകൊടുക്കുന്നു, വഖഫിന് വിട്ടുകൊടുക്കുന്നു എന്ന രീതിയിൽ ഇപ്പം നോൺ മുസ്ലിം ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ചേർന്നിട്ടുള്ള അവരുടെ ഫോളോവേഴ്സ് ഒരു ബോർഡിൽ നമ്മൾ എന്താണ് ദാനം നൽകുക. ഓക്കെ, ഭൂമി ദാനം ചെയ്യുന്ന പോലത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പം വഖഫിലേക്കാണ് നമ്മൾ മാറ്റി വെക്കാറുള്ളത്. അപ്പോൾ വഖഫ് ബോർഡ് എന്താണ്, വഖഫ് ബോർഡ് എങ്ങനെയാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വഖഫ് ബോർഡിലുള്ള കുറച്ച് ചേഞ്ചസുകളാണ്. പിന്നീട് ഈ വഖഫ് നിയന്ത്രിക്കുന്നത് കമ്മ്യൂണൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം ഏകദേശം കണക്കുകൾ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 1.2 lakhs ഏക്കേഴ്സ് ഓഫ് ലാൻഡ്, അതായത് ഏറ്റവും വലിയ ഗവൺമെൻറ്റിന് ശേഷം ഏറ്റവും വലിയ സെക്കൻഡ് ലാൻഡ് ഓണർ എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കേണ്ടത് ഗവൺമെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. അപ്പോൾ വഖഫ് ബോർഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലാൻഡ് യൂട്ടിലൈസേഷൻ, ലാൻഡ് എങ്ങനെയാണ് നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ലെവലിലാണ് കിരൺ റിജ്ജുയുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമെൻമെൻറ്റ് എന്താണെന്നൊന്നുമില്ല, വഖഫ് കമ്മ്യൂണിറ്റി അതൊരു വഖഫ് കൗൺസിലുണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തലത്തിലുള്ള, അതിൽ ആരൊക്കെ ആഡ് ചെയ്യണം ആരൊക്കെ ആഡ് ചെയ്യരുത്, എങ്ങനെയാണ് വഖഫ് തീരുമാനിക്കുന്നത്, സ്ഥലങ്ങൾ എങ്ങനെ കൊടുക്കാം, സ്ഥലങ്ങൾ എങ്ങനെ വാങ്ങാം, എങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് എന്താണ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലൈസേഷൻ വഖഫിൻ്റെ അണ്ടറിലുള്ള ഈ സ്ഥലങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് വഖഫ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ തന്നെയാണ് നെക്സ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത്, വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം ആർട്ടിക്കിൾസ് അല്ല, വഖഫ് ബോർഡും കമ്മ്യൂണിറ്റിയും ഗവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ബേസിൽ നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്നുള്ളത് PMLA, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ റീസെൻ്റ് ആയിട്ട് ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരുപാട് പേര് ഈ മണി ലോണ്ടറിങ് ബന്ധപ്പെട്ടിരിക്കുന്ന അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പിടിക്കുന്ന എല്ലാവരും എന്താണ് വലിയ വലിയ കൊമ്പന്മാരായതുകൊണ്ട് തന്നെ ബെയിൽ കണ്ടീഷൻസ് പലപ്പോഴും അവർക്ക് ഈസി സ്ലിം ആയിട്ട് അവർക്ക് ബെയിൽ കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇതിൽ PMLAയുടെ ഒരു റിവ്യൂ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി നടത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് എങ്ങനെയാണ് ഇതിലൊരാൾക്ക് ബെയിൽ ലഭിക്കുന്നതിനുള്ള കുറച്ച് കണ്ടീഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുക, നിങ്ങൾ PMLA ഫോക്കസ് ചെയ്യുക. എന്താണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, PMLA എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ആദ്യം നമ്മൾ PMLA ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതിയതിന് ശേഷം പിന്നീട് PMLA റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പുതിയ 2-3 കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമെൻമെൻറ്റിലൂടെ പുതിയ കണ്ടീഷൻസ് ആഡ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയിൽ നൽകുന്നത് ഒന്നാമത്തെ കാര്യം, അതായത് PMLAയിൽ പിടിച്ചിരിക്കുന്ന ആൾക്ക് സാധാരണ ബെയിൽ കിട്ടാറില്ല. ബെയിൽ കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് പ്രൊസീഡിങ്സിന് ശേഷം മാത്രമായിരിക്കും. ഓക്കെ, മണി ലോണ്ടറിങ് ആക്ടിൻ്റെ അകത്ത് ഒരിക്കലും ആൻറ്റിസിപ്പേറ്ററി ബെയിലൊന്നും ലഭിക്കില്ല, മുൻകൂർ ജാമ്യമൊന്നും ആർക്കും ലഭിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി കോർട്ട് പ്രൊസീഡിങ്സിന് ശേഷം ഇദ്ദേഹം കൺവിക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമാണ് ബെയിൽ ലഭിക്കാറുള്ളത്. സോ സെയിം കണ്ടീഷൻസ് ആണ്. ഓക്കെ, സോ ഒരു സ്ലിം ചാൻസ് മാത്രമേ ഉള്ളൂ, കാരണം കോർട്ട് പ്രൊസീഡിങ്സിന് ശേഷം ബെയിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കോഴ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, സോ അത് മാത്രം പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് നോക്കാം. എന്താണ് PMLAയിൽ വന്നിരിക്കുന്ന സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു ആക്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ. സോ പിന്നീട് നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലീഡേഴ്സ് ബാക്ക് വിനേഷ്, ഡിസ്ക്വാളിഫിക്കേഷൻ റൈസസ് ഹീറ്റ് ഇൻ ദ പാർലമെൻറ്റ്, ഓപ്പോസിഷൻ വാക്കൗട്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പേരിനോട് മറന്നുപോയി, അതിന് കൺട്രിബ്യൂഷൻ അല്ലേ. ഓക്കെ, സോ ആ ഒരു ഇഷ്യൂവും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ലോക്സഭയിൽ ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. ഇതിൽ പ്രത്യേകമായിട്ടൊന്നും നമുക്ക് UPSC പോയിന്റ് ഓഫ് വ്യൂ ഒന്നുമില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. മോദി ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ വാർ വരെ നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇവർക്ക് ജസ്റ്റിസ് നേടിക്കൊടുത്തുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലോകസഭയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ പിന്നീട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ്ലി എന്താണ് നമ്മുടെ ധാക്ക, ബംഗ്ലാദേശെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ATS ഉണ്ട്, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ്, ഗുജറാത്തിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു, അത് സീസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ATS എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. എന്താണ് ATS, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്താണ്, ഇതെപ്പം കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നീട് നമ്മുടെ ബംഗ്ലാദേശിലൊരു വാർത്തയാണ്. അതുപോലെ തന്നെ വീണ്ടും ഇന്ത്യയുടെ നോൺ എസെൻഷ്യൽ സ്റ്റാഫ്, ഡിപ്ലോമാറ്റ്സിൻ്റെ ഫാമിലീസിനൊക്കെ നമ്മൾ ധാക്കയിൽ നിന്ന്
ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനൊക്കെ ധാക്കയിൽ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെയിം നമ്മളും ബംഗ്ലാദേശും തമ്മിലൊരു ലോങ് ബോർഡറാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസും വരും. ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് അടുത്തൊരു ആർട്ടിക്കിൾ നോക്കാവുന്നതാണ് ചന്ദ്രയാൻ 3 ടീം. അപ്പോൾ ചന്ദ്രയാൻ 3 ഉണ്ടായിരിക്കുന്ന ടീം, അപ്പോൾ ചന്ദ്രയാൻ ടീം സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരിക്കുന്ന ടീം മെമ്പേഴ്സിന് ഓക്കെ IAS ഓഫീസേഴ്സിന്, ഡയറക്ടേഴ്സിന് ഒരു ടോപ്പ് സയൻസ് അവാർഡ്സുകൾ, ദാറ്റ് മീൻസ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ഓർ നാഷണൽ അവാർഡ്സ് ഫോർ സയൻറ്റിസ്റ്റ്. അപ്പം ഈ പുരസ്കാരങ്ങൾ ചിലപ്പം UPSC പ്രിലിംസിൽ മാത്രം ചോദിക്കും. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രം എന്താണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, ഇതെപ്പോൾ കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ മാത്രം പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മാത്രം നോക്കുക. ആർക്ക് കിട്ടിയെന്നോ എന്തിനു കിട്ടിയെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എസ്പെഷ്യലി വേണ്ട. ആ ഒരു പുരസ്കാരം എന്തായിരുന്നാലും മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഡൽഹിയിൽ സിവിൽ സർവീസ് ആസ്പിറൻസിൻ്റെ ഒരു ഡെത്ത് കേസ് അല്ലേ. സിവിൽ സർവീസ് ആസ്പിറൻസിൻ്റെ അവിടെ എന്താണ് ഈ സർജ് സ്റ്റോം ഉണ്ടായ സമയത്ത് ആ വെള്ളത്തിൽ മുങ്ങി മരിക്കപ്പെട്ട ഏകദേശം 4ഓളം സിവിൽ സർവീസ് ആസ്പിറൻസ് ഒരു സ്റ്റഡി സർക്കിളിൽ വെച്ചിട്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ആർട്ടിക്കിൾസ് നമുക്കൊന്നും വേണ്ട. ഇവിടെ സുപ്രീം കോർട്ട് സുവോ മോട്ടോ കോഗ്നിസൻസ് ആയിട്ട് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സുപ്രീം കോർട്ട് ഓൾസോ ടുക്ക് സുവോ മോട്ടോ കോഗ്നിസൻസ് ഓഫ് ദ ഡ്രൗണിങ് ഓഫ് 3 ആസ്പിറൻസ്. അപ്പം എന്താണ് ഇവിടെ സുപ്രീം കോർട്ടിൻ്റെ പവർ? ദാറ്റ് മീൻസ് സുവോ മോട്ടോ സ്വമേധയാ കേസ് എടുക്കാമെന്നില്ലാണ്. പ്രത്യേകിച്ച് ആരും കേസ് നൽകേണ്ട ആവശ്യമായിട്ടില്ല. ഓക്കെ. സുപ്രീം കോടതി സ്വമേധയാ എടുക്കുന്ന കേസാണ് സുവോ മോട്ടോ. അപ്പോൾ സുവോ മോട്ടോ എന്താണ്, അതിനുള്ള സുപ്രീം കോടതിയുടെ ഡിസ്ക്രിഷണറി പവേഴ്സ് എന്താണ്, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ സുവോ മോട്ടോ കോഗ്നിസൻസ് എന്താണ്, സുപ്രീം കോടതിയുടെ പവേഴ്സ് എന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. വേറെ നമുക്ക് പിന്നീട് നോക്കാനുള്ള ആർട്ടിക്കിൾ UPSC ടു ഗീവ് ഓർഡർ കോപ്പി ഖേത്കാർ ഇൻ 2 days. പൂജ ഖേത്കാറിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. പിന്നീട് നമുക്ക് നോക്കാൻ അടുത്തൊരു ആർട്ടിക്കിളാണ് ST സബ് കോട്ട സിസ്റ്റം ഇൻ മിസോറാം. സബ് കോട്ട സിസ്റ്റം STൻ്റെ അകത്ത് വരുന്ന മിസോറാമിൽ സബ് കോട്ട സിസ്റ്റം, നമ്മൾ ഓൾറെഡി സബ് കോട്ട സിസ്റ്റം കഴിഞ്ഞ 2 ദിവസത്തെ ആർട്ടിക്കിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് സബ് കാറ്റഗറൈസേഷൻ എങ്ങനെയാണ്. ഓക്കെ. സുപ്രീം കോർട്ട് പെർമിറ്റ് ചെയ്തിട്ടുണ്ട് സബ് കാറ്റഗറൈസേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഇപ്പോൾ മിസോറാമിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിൽ ആളുകൾക്ക് സബ് കാറ്റഗറൈസേഷൻ നൽകാൻ സുപ്രീം കോർട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UPSC പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസോറാമിലുള്ള ട്രൈബ്സ് കാറ്റഗറി ഏതാണ്, അപ്പോൾ ടോട്ടലി മിസോറാമിലുള്ള സൊസൈറ്റി എങ്ങനെയാണ്, അവിടുത്തെ ട്രൈബൽ കാറ്റഗറി എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ UPSC ഫോക്കസ് ചെയ്യുക. ഓക്കെ. അവിടെ മിസോ ട്രൈബ്സ് ഉണ്ട്, നോൺ മിസോ ട്രൈബ്സ് ഉണ്ട്. ആരൊക്കെയാണ് നോൺ മിസോ ട്രൈബ്സ്, അവിടെ കാറ്റഗറൈസേഷൻ എങ്ങനെയാണ്. അപ്പോൾ മിസോ ആൻഡ് നോൺ മിസോ ട്രൈബ്സ് നമുക്ക് മിസോറാമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് സോ എത്നിക് പീപ്പിൾ ആൻഡ് നോൺ സോ എത്നിക് പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ എത്നിസിറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിലിംസ് മാത്രമാണ്, നമുക്ക് പ്രിലിംസിന് വേണ്ടി മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഏതൊക്കെയാണ് ട്രൈബൽ കാറ്റഗറീസ്, ഏതൊക്കെ എത്നിക് പീപ്പിൾ, നോൺ എത്നിക് പീപ്പിൾ, ഒരുപാട് പേരുകളാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് കൂടുതലും ട്രൈബൽസുകളാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നൊരു സ്റ്റേറ്റുമാണ് അവിടെ. അപ്പം കൂടുതലും അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം, ഏതാണ് ട്രൈബൽ കാറ്റഗറി എന്നുള്ള കാര്യങ്ങൾ. സബ് കാറ്റഗറൈസേഷൻ നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ നോക്കിയാൽ മതി. സബ് കാറ്റഗറൈസേഷൻ നടത്തിയെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടത്. കാരണം ബാക്കിയുള്ള അങ്ങോട്ടേക്ക് നമുക്ക് എഡിറ്റോറിയൽ വരും ഈ ആർട്ടിക്കിൾ. എസ്പെഷ്യലി ഈ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ എഡിറ്റോറിയൽ വൺസ് സുപ്രീം കോടതി ഇവിടെ പെർമിറ്റ് ചെയ്തു സബ് കാറ്റഗറൈസേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എഡിറ്റോറിയൽ വരും, എന്തായാലും വരും. ആ സമയത്ത് നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കാം. ഇപ്പം നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. പിന്നീട് ഒരു മെയിൻസ് പോയിന്റിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീമിങ്, അതായത് റീസെൻ്റ് ആയിട്ട് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യം പഞ്ചാബിലെ ആണെന്ന് തോന്നുന്നു. ഓക്കെ. പഞ്ചാബ് ഹരിയാന ഹൈക്കോർട്ടിലുള്ള ഒരു ജസ്റ്റിസ് രാജ്പീർ ഷെറാവത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് റോങ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള, കാരണം സോഷ്യൽ മീഡിയ സ്ട്രീമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതിൻ്റെ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ്ലി നോർമൽ സിറ്റിസൻസിന് മനസ്സിലാവുന്ന നിലവിലുണ്ട് പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവ് സ്ട്രീംസിൻ്റെ അകത്ത് ഒരിക്കലും നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ലൈവ് സ്ട്രീമിംഗ്. ഓക്കെ. കോർട്ട് പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എല്ലാ ദിവസവും ഉണ്ടാവും ലൈവ് സ്ട്രീമിംഗ്. എന്നാൽ ചിലപ്പം ചീത്ത വിളിക്കുന്നുണ്ടായിരിക്കും, IPS ഓഫീസർ IAS ഓഫീസറിനൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. ഓക്കെ. അതാണ് ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ CJ പറഞ്ഞ കാര്യങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ എന്താണ് ഈ കഴിവ് തെളിയിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ല. പഞ്ചാബിലെ ഹൈക്കോടതി നടന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാണ്
കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് ആളുകളെ അറിയിക്കുക, സിറ്റിസൺസിന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങളുടെ ഹീറോയിസം കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ CJI പറഞ്ഞിട്ടുള്ള കാര്യം. ദാറ്റ് മീൻസ് അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? ജുഡീഷ്യൽ സിസ്റ്റത്തിലെ ഡിഗ്നിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ആളുകളിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഡിഗ്നിഫൈഡ് സിസ്റ്റമാണ്, അത് ലോവർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ ജസ്റ്റ് പറയുന്നത്. അത് നിങ്ങളൊന്ന് മെയിൻസ് പെർസ്പെക്റ്റീവ് ഒന്ന് അറിഞ്ഞാൽ മതി. CJI സുപ്രീം കോടതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ട്രീമിംഗ് നടക്കുന്ന സമയത്തും ചീത്ത വിളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോർട്ടിനോടുള്ള ഇഷ്ടം കുറയും അല്ലേ. ദെൻ അടുത്തൊരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് സയൻസ് പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിളാണ്. ഹിഡൻ ഹോർമോൺസ് ദാറ്റ് കീപ്സ് മൈസ് മദേഴ്സ് ബോൺസ് ഹെൽത്തി. അപ്പം നമുക്ക് പുതിയൊരു ഹോർമോൺ കണ്ടെത്തിയിട്ടുണ്ട്. പുതിയൊരു ഹോർമോൺ ഇൻ നോർമൽ കേസിൽ പോസ്റ്റ് പാർട്ടം കണ്ടീഷൻസ്, ദാറ്റ് മീൻസ് പ്രഗ്നൻ്റായി ഡെലിവറിക്ക് ശേഷം ഈ ഓസ്ട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഹോർമോൺ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഫീഡിങ് ടൈമിൽ ഈ ഓസ്ട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഹോർമോൺസ് ആണ്. അപ്പോൾ ഓസ്ട്രജൻ ഹോർമോൺസ് കൂടുതലും നമ്മൾ ഫീഡിങ് ടൈമിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, വുമൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് കുറയും? അവരുടെ ബോൺസിന് ആവശ്യമുള്ള പ്രോട്ടീൻസ് കുറയും എന്നറിയില്ല. അപ്പോൾ ബോൺസിൻ്റെ എല്ലുകളുടെ കാഠിന്യം കുറയാറാണ് സാധാരണ പതിവ്. അപ്പോൾ പുതിയ ഒരു കണ്ടുപിടുത്തം പറഞ്ഞിട്ടുള്ളത് ഈ ഓസ്ട്രജൻ, ദാറ്റ് മീൻസ് ഫീഡിങ് ടൈമിൽ കൂടുതൽ ഓസ്ട്രജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബോൺസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നില്ല. പുതുതായിട്ട് ഒരു ഹോർമോൺ ഈ ബോൺസിൻ്റെ സ്ട്രെങ്ത് നിലനിർത്തുന്നത് CCN3 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുതിയൊരു ഹോർമോൺ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പുതിയ ഹോർമോൺ ഉള്ളത് കൊണ്ട് ഇവൻ ദ ഓസ്ട്രജൻ ഉറപ്പ് വരുന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഓസ്ട്രജൻ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ പോലും ബോൺസിൻ്റെ ശക്തി കുറയുന്നില്ല. പുതിയൊരു ഹോർമോൺ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് CCN3. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡെലിവറിക്ക് ശേഷമുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ CCN3 CCN ഫാമിലി അതെന്തൊക്കെയാണ്? ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്സ്, ദാറ്റ് മീൻസ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, ടിഷ്യൂ റിപ്പയർ, വൂണ്ട് ഹീലിംഗ്, ക്യാൻസർ പ്രോഗ്രഷൻ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ, കാരണം പുതിയൊരു ഹോർമോൺസ് കണ്ടെത്തിന് കൂടെ സയൻസ് ആൻഡ് ടെക്കിലൊക്കെ വീണ് കിട്ടുന്ന ഓരോ ആർട്ടിക്കിൾസാണ് നമുക്കിതൊക്കെ. UPSC എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സോ ആ CCN3 ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഡീപ്പായിട്ട് സയൻസ് ബേസിലേക്ക് പോകാതിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് സയൻസ് ബേസിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ എഡിറ്റോറിലേക്ക് വരുന്ന സമയത്ത് ദ ലീഡർ ഹു ലോസ്റ്റ് ടച്ച് വിത്ത് ബംഗ്ലാദേശ്, ഇതൊരു പൊളിറ്റിക്കൽ ടൈപ്പ് ന്യൂസാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഉണ്ടായിരുന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ എങ്ങനെയായിരുന്നു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത്. അവാമി ലീഗിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇൻ പൊളിറ്റിക്സ്, ഷെയ്ഖ് ഹസീന ഏത് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു? ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന ഒരു വനിതയാണ് ഷെയ്ഖ് ഹസീന. വന്നു തുടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അവിടുത്തെ മിസ് ഹാൻഡ്ലിംഗ് എങ്ങനെയായിരുന്നു? കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ഹവോക്ക് സിറ്റുവേഷൻ, ബംഗ്ലാദേശ് ഏറ്റവും വലിയ എക്കണോമിക് ക്രൈസിസ് വന്ന സമയത്താണെങ്കിലും ഷെയ്ഖ് ഹസീന കൂടെ നിന്ന് അതിന് ബംഗ്ലാദേശിനെ ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ റിലേഷൻസ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. ബട്ട് എവിടെയായിരുന്നു ഒരു പിഴവ് പറ്റിയിട്ടുള്ളത്? ഒരു മിസ് ഹാൻഡ്ലിംഗിൽ എവിടെയായിരുന്നു പറ്റിയത്? അതെങ്ങനെയാണ് മറ്റ് ആളുകൾ ഓപ്പോസിഷൻ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസിൽ. ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ്. ബട്ട് ആ ഒരു ടെർമോയിൽസ് നമുക്ക് അറിയണം, എന്താണ് ടെർമോയിൽസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം. കാരണം ഏകദേശം ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം സ്റ്റാർട്ടിങ് മുതൽ, ബംഗ്ലാദേശ് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെയുള്ള കാര്യം ഒരു സ്റ്റോറി പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പ്രത്യേകിച്ച് ഈ നോട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അതിനകത്തില്ല. എന്തായിരുന്നു ബംഗ്ലാദേശിൽ ആദ്യം മുതൽ അവസാനം വരെ നടന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ പിന്നീട് വീണ്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചിരിക്കുന്ന ആർട്ടിക്കിളായിരുന്നു അണ്ടർ ദ ഓവർലോഡ്സ്. ദാറ്റ് മീൻസ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സ് ഇൻ ഡൽഹി അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് 3 ആൾഡർമാൻസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. ബേസിക്കലി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനേക്കാൾ കൂടുതൽ, ഇപ്പം ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ്? റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആണ് അല്ലേ ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അപ്പം ഇവിടെ അദ്ദേഹം കൂടുതൽ പവർ എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിലൊരു സാധനമാണ്, അതിൻ്റെ മുകളിൽ കൂടുതൽ സെൻട്രൽ പവർ വരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്നുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് ഗവർണറിന് അദ്ദേഹത്തിൻ്റെ, കാരണം ലെഫ്റ്റനന്റ് ഗവർണറിന് എക്സ്ട്രാ പവേഴ്സ് ഉണ്ട്. നമ്മൾ സാധാ ഗവർണേഴ്സിനെ പോലെയല്ല. യൂണിയൻ ടെറിട്ടറിയിലേക്ക് വരുന്ന സമയത്ത് LT ഗവർണർ എന്ന് പറയുന്ന സമയത്ത് കുറച്ചുകൂടി എക്സ്ട്രാ പവേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ചുകൂടി പവേഴ്സ് നൽകാറുണ്ട് സാധാരണ. ആ പവേഴ്സാണ് ഇവിടെ NCTയിലും എടുക്കുന്നത്. NCT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ ക്യാപിറ്റലാണ്. ഏകദേശം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് കുറച്ച് പവർ സ്റ്റേറ്റിനെക്കാളും കുറച്ച് വേണമെന്നുള്ളതുകൊണ്ടാണ് NCTയിൽ എന്ത് വന്നത്, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ എന്ത് വന്നിട്ടുള്ളത്, ലെഫ്റ്റനന്റ് ഗവർണറിന് വെച്ചിട്ടുള്ളത്. കാരണം ആ ഗവർണർ വഴി സെൻട്രലിൽ കുറച്ചുകൂടി പവേഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും.
സെൻട്രൽ ഗവൺമെൻറ് ഏകദേശം എല്ലാ ഓഫീസുകളും എല്ലാ ആക്ടിവിറ്റിയും നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഗവർണർ എന്നുള്ള കണ്ടീഷൻസിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുകളിൽ പവേഴ്സ് വരില്ല, പവേഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റില്ല. ലെഫ്റ്റനന്റ് ഗവർണർ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ പവേഴ്സ് കിട്ടും ലെഫ്റ്റനന്റ് ഗവർണർ മുഖേന. ഓക്കെ, സോ അതാണ് ആ ഒരു പെർസ്പെക്റ്റീവിലെ ഈ ആർട്ടിക്കിൾസ് നോക്കാം. ദെൻ നെക്സ്റ്റ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത് ജമ്മു ആൻഡ് കാശ്മീരിലെ കൗണ്ടർ ടെറർ ഗ്രിഡിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, അപ്പോൾ ഇവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ പറ്റിയല്ല പറയുന്നത്. അപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ അകത്ത് നമ്മുടെ കൗണ്ടർ ടെററിസം ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസിനെയും അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റി ഫോഴ്സസിനെയും ഡിപ്ലോയ് ചെയ്യുന്നത്, അതിൻ്റെ ഗ്രിഡ് അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയായിരിക്കണം, അതിനകത്തുള്ള ചലഞ്ചസുകൾ എന്താണ്. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർമി ഒരു സ്ഥലത്ത് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ടെൻറ്റ് അടിച്ച് അവിടെ നിൽക്കും. അപ്പോൾ ആ ഒരു കാറ്റഗറി അല്ല നമുക്ക്, കാരണം ഇൻഫിൽട്രേഷൻ ഏത് സ്ഥലത്തോടെ നടക്കാം. ഇൻഫിൽട്രേഷൻ നമുക്ക് എന്ത് വേണം, അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഇപ്പോൾ ഇവിടെ എസ്പെഷ്യലി കറക്റ്റ് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റാണ്. ദാറ്റ് മീൻസ് രണ്ട് ടൈപ്പ് കാറ്റഗറി ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഇത്തിരി ഇൻഫിൽട്രേഷനൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ രണ്ട് ടൈപ്പ് കാറ്റഗറീസ് ആളുകളുണ്ടായിരിക്കും. ഒന്ന് മൈനോറിറ്റി കാറ്റഗറി ആയിരിക്കും, ദാറ്റ് മീൻസ് എല്ലാ ആളുകളുമായിട്ട് ഒരേപോലെ മിങ്കിൾ ചെയ്യുന്നത്. ഇപ്പം ഫോഴ്സസിനുമായിട്ട് മിങ്കിൾ ചെയ്യും, അതുപോലെ തന്നെ ടെററിസ്റ്റുമായിട്ട് രണ്ടുപേരുമായിട്ട് ഒരേ ഇത് വെക്കുന്നത്. സ്പൈ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവല്ലോ, മൈനോറിറ്റി കാറ്റഗറി ഉണ്ട്. പിന്നെ മെജോറിറ്റി കാറ്റഗറി, എന്ത് ചെയ്താലും ഞങ്ങളുടേതായ ജീവിതത്തിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കും. ജമ്മു ആൻഡ് കാശ്മീരാണെങ്കിൽ അങ്ങനത്തെ കുറച്ച് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ കൂടുതലും ഈ മെജോറിറ്റി വിഭാഗത്തിനോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈ മൈനോറിറ്റി വിഭാഗമായിട്ട്. ദാറ്റ് മീൻസ് മൈനോറിറ്റി വിഭാഗം എന്ന് പറയുന്നത് കുറച്ച് ആളുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, കമ്മ്യൂണൽ മൈനോറിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ആളുകൾ മാത്രമാണ്. അവർക്ക് ഈ ഇൻഫിൽട്രേറ്റേഴ്സുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ ചില മൂവീസിലൊക്കെ കാണുന്നില്ലേ, അവിടെ പോയിട്ട് അവിടെയും പറഞ്ഞു കൊടുക്കും, നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിന് വേണ്ടി ഇവിടെയും പറഞ്ഞു തരും. ഓക്കെ, നമ്മളെ ഏതൊരു മൂവീസിലുണ്ടായിരുന്നില്ല റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയത്, സ്പൈ വർക്കൊക്കെ ചെയ്യുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരോട് ഇൻഫിൽട്രേറ്റേഴ്സിനോടും പോയി പറഞ്ഞു കൊടുക്കും, നമ്മുടെ ഫോഴ്സിനോട് വന്ന് പറഞ്ഞു കൊടുക്കും അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പോയിട്ട് പറയും നിങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്തോ, ഇവിടെ മിലിറ്ററി ഇല്ല എന്ന് പറയും. ഇവിടെ വന്നിട്ട് പറയും അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, മിലിറ്ററി നിങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറയും. സോ അതെന്ന് വെച്ചാൽ ഇൻഫിൽട്രേറ്റ്, കാരണം നമ്മൾ ഈ ഗ്രിഡ് അറേഞ്ച്മെൻറ്റ്സിനാണ് പലപ്പോഴും മിലിറ്ററി മൂവ്മെൻറ്റുകൾ നടക്കുന്നത്. ഒരു സ്ഥലത്ത് കൊണ്ട് അവിടെ ഡിപ്ലോയ് ചെയ്യും. കാരണം നമ്മൾ എവിടെയാണോ കോമ്പാക്ട് സിറ്റുവേഷൻ വരുന്നത് അവിടെയാണ് കൊണ്ട് ആളുകൾ ഡിപ്ലോയ് ചെയ്യുക, എവിടെയാണോ ഇഷ്യൂസ് വരുന്നത് അവിടെയാണ് നമ്മൾ സെക്യൂരിറ്റി ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുക. എസ്പെഷ്യലി അവിടെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമുണ്ടോ, അതുവഴി വരില്ല, അതിൻ്റെ ഇപ്പുറത്തോട്ട് വന്നു തുടങ്ങും അല്ലേ. പക്ഷേ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഡിപ്ലോയ് ചെയ്യാനും നമുക്ക് പറ്റില്ല, കാരണം അത്രത്തോളം ബോർഡേഴ്സിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുപോകില്ല, ടെറൈൻ കണ്ടീഷൻസും ഒന്നും ആപ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനില്ല. അപ്പോൾ നമുക്ക് ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത അവിടുത്തെ ജനങ്ങളായിട്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിക്കേഷനുള്ള ആളുകൾ, അവരുമായിട്ടുള്ള നല്ലൊരു സെക്യൂരിറ്റി ഫോഴ്സിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടും. സോ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾസാണ് ഇത് പറയുന്നത്. ഇന്ത്യൻ സെക്യൂരിറ്റിയിൽ GS 3 അത്യാവശ്യം നല്ല രീതിയിലൊരു പോയിൻ്റാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മളൊക്കെ ഡിപ്ലോയ് ചെയ്യുക എന്നൊക്കെ മാത്രമേ പറയൂ. സോ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ പിന്നീട് കേസ് ഓഫ് എക്സസ്, വീണ്ടും പൂജ ഗേദ്കറിൻ്റെ എൻട്രി ഇൻ സിവിൽ സർവീസസിൽ പറയുകയാണ്. മാൽ പ്രാക്ടീസ് നടത്തിയിരിക്കുന്ന കാര്യങ്ങളും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് നടത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ഇതിൽ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാമിനേഷൻസ്, ദാറ്റ് മീൻസ് എക്സാമിനേഷൻ്റെ അകത്ത് ഇപ്പം നീറ്റ് ആയിക്കോട്ടെ, നീറ്റ് PG നീറ്റിൽ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലീക്ക് ഔട്ട് അതൊരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യുവറ്റിലാണെങ്കിലും കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലാണെങ്കിൽ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന UPSC എക്സാമിനേഷനിലും ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ UPSC എക്സാമിനേഷനിലല്ല നടന്നിട്ടുള്ളത്, സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലോ ഒരു മാൽ പ്രാക്ടീസ് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം ആ UPSCയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ വെരിഫിക്കേഷൻസിന് കാര്യങ്ങളായിരുന്നു. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാരണം നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പൂജ ഗേദ്കറിൻ്റെ നെയിംസ് ഒന്നും യൂസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. കാരണം ഓൾറെഡി ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, നമുക്ക് എക്സാമ്പിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു കേസ് വരുന്ന സമയത്ത് വിജയ് മല്യൻ ആഡ് ചെയ്യില്ലേ, വിജയ് മല്യൻ ആഡ് ചെയ്യാൻ വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ ബട്ട് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിനെ കുറ്റം പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിനെയോ MP-മാരോ MLA-മാരോ ഇവരൊന്നും പറയാൻ പാടില്ല. ഇനി എത്തിക്സ് പെർസ്പെക്റ്റീവിൽ അദ്ദേഹം ചെയ്ത് നല്ല ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. എത്തിക്സിൽ നമുക്ക് എഴുതാം, ഇവരുടെ പേരുകളൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം, നല്ലതാണെങ്കിലും ചീത്തയാണെന്നെങ്കിലും മെൻഷൻ ചെയ്യാം. ബട്ട് നിലവിൽ ഇരിക്കുന്ന MP-മാരെയോ MLA-മാരെയോ മിനിസ്റ്റേഴ്സിനെ ഒന്നും പേര് എഴുതാൻ പാടില്ല. ഓൾറെഡി എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് ചെയ്തിട്ട് റിസൈനൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവരൊക്കെ പേര് നിങ്ങൾക്ക് എത്തിക്സിൽ മെൻഷൻ ചെയ്യാം.
ഓക്കെ, എത്തിക്സിൽ നമ്മൾ കൂടുതലും ആളുകളെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞു കൊടുക്കുക. ദെൻ കോഡ് ഷിഫ്റ്റ് ഇൻ ദ ടൈഡ് ഓൺ സ്ട്രേ ഡോഗ് പോളിസി. ഇതിൽ സ്ട്രേ ഡോഗ്സിന് എന്താണ് നമ്മൾ വാക്സിനേഷൻ നൽകുന്നതും അതിനെ പിടിച്ചുകൊണ്ടൊന്നും കില്ല് ചെയ്യുന്നതിനെ പറ്റിയൊക്കെയാണ് ഇതിൽ ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഈ ആർട്ടിക്കിൾസിൽ സ്ട്രേ ഡോഗ്സും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണോ നിയമമുള്ളത് അവർക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നത്, ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. സ്ട്രേ ഡോഗ്സിന് കോമൺലി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു അനിമൽസ് PC ആക്ട് ഓഫ് 1960 ആണ്. അതുപോലെ തന്നെ അനിമൽ ബർത്ത് കൺട്രോൾ ABC റൂൾസ് 2001. ഈ രണ്ട് റൂൾസ് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. സ്ട്രേ ഡോഗ്സിനെ പിടിക്കുന്നതോ അതിനെ കൊല്ലുന്നതോ അതിൻ്റെ വാക്സിനേഷനോ പറ്റിയതൊന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട കാര്യമില്ല. പിന്നെ അത് ഇൻ കണക്ഷൻ വിത്ത് ആർട്ടിക്കിൾ 51A ക്ലോസ് G പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 51A ക്ലോസ് G ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഡീൽസ് വിത്ത് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ് ആൻഡ് സ്റ്റേറ്റ്സ്. It shall be the duty of every citizen of India to protect and improve the natural environment including forest, lakes, rivers and wildlife, to have compassion for living creatures. ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയാണ് ആർട്ടിക്കിൾ 51 ക്ലോസ് ജിയിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീൻ്റെ ഭാഗമാണ് നാച്ചുറലിനെയും എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ എ കോൾ ഫോർ ട്രാൻസ്പെറൻസി ആൻഡ് റീഫോംസ് ആർട്ടിക്കിൾ നമുക്ക് ആവശ്യമായിട്ടില്ല. Then tribal vote trends reshape in Lok Sabha elections. ഇതിൽ സാധാരണ ട്രൈബൽ പോപ്പുലേഷൻസ് വോട്ടിങ്ങിന് കാര്യത്തിൽ വരാറുണ്ടായിരുന്നില്ല. റീസെൻ്റ് ആയിട്ട് ലോക്സഭ ഇലക്ഷനിൽ മെജോറിറ്റി ട്രൈബ്സ് വോട്ടിന് വന്നത് തന്നെ നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിൽ അല്ലാത്തൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ട്രൈബ്സ് ഒന്നും സാധാരണ വരാറില്ല. അപ്പം അതാണ് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില സ്റ്റേറ്റുകളിൽ വ്യക്തമായിട്ട് ഏതൊക്കെ ട്രൈബ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റ്സുകൾ ഏതൊക്കെ ട്രൈബ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ട്രൈബ്സിന് കിട്ടുന്നതാണ്. കർണാടകയിലെ ട്രൈബ്സ് ഉണ്ട്, ഗുജറാത്തിലെ ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 10% 15% അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഏതാണ് ആ ട്രൈബൽ കാറ്റഗറി എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഓരോ സ്റ്റേറ്റ്സിലുള്ള ട്രൈബൽസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ട്രൈബ്സ്, കാരണം നമ്മൾ കൂടുതലും കാരണം ട്രൈബൽ പോപ്പുലേഷൻസ്, ആൻറ്റി പോവർട്ടി എലിവേഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, കാരണം നമ്മുടെ ആസ് ആൻ ഓഫീസർ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, ആസ് എ ഗവൺമെൻറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്താണ്, ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ പവർഫുള്ളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇവൻ്റെ ഗവൺമെൻറ്റും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ മുന്നോട്ടേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എഴുതി വെക്കാൻ പറ്റുന്ന പോയിന്റാണ്. കാരണം കൂടുതലും ആ ഒരു പെർസ്പെക്റ്റീവാണ് നമ്മുടെ ആൻസർ വേണ്ടത്. ഒരു കമ്പാഷൻ വേണം നമുക്ക്, നമ്മുടെ ആൻസേഴ്സിൽ എല്ലാത്തിലും ആ ഒരു കമ്പാഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിപ്ലോമാറ്റിക് സ്ഥാനത്തിൽ പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാം, IR ചെയ്യുന്ന സമയത്ത്. ബട്ട് ബാക്കിയുള്ള എല്ലാം നോട്ട് ആ സോഷ്യൽ ജസ്റ്റിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി മുന്നോട്ട് വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് UPSCക്ക് തോന്നണം. കമ്പാഷൻ നിങ്ങളുടെ ആൻസേഴ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഈ സാധനങ്ങൾക്ക് ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്യാം. ട്രൈബൽ പോപ്പുലേഷൻസിൻ്റെ ഇൻക്രീസോ അല്ലെങ്കിൽ അവരുടെ എന്താണ് നമ്മൾ മുന്നോട്ടേക്ക് വന്നു എന്നൊക്കെ മെയിൻസ് പെർസ്പെക്റ്റീവ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്. ട്രൈബൽ പോപ്പുലേഷൻ റീസെൻ്റ് ആയിട്ട് ലോക്സഭ ഇലക്ഷനിൽ മുന്നോട്ട് വന്നതിനെ പറ്റിയിട്ട് ഇത്ര % വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കഴിഞ്ഞ വർഷം ഇത്ര % മാത്രമായിരുന്നു, ഇപ്പം ഇത്ര % മുന്നോട്ട് വന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പവർഫുള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. ഇൻ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഏതൊക്കെ ട്രൈബ്സ് ആണെന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഗവൺമെൻറ് പോളിസീസിൻ്റെ എന്തെങ്കിലും, കാരണം ഇതിലിപ്പോൾ ഗവൺമെൻറ് പോളിസിൻ്റെ ബെനിഫിറ്റ് ഒന്നുമില്ല, ഇത് പാർട്ടിൻ്റെ ബെനിഫിറ്റാണ്. കാരണം ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇവരൊക്കെ പിടിച്ചുകൊണ്ടിട്ടുള്ളത്. ഗവൺമെൻറ് പോളിസി കൊണ്ട് അവർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, കാരണം ഡിജിറ്റലൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡിജിറ്റലൈസേഷൻ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇൻ്റർനെറ്റ് കൊടുക്കുന്ന ഗവൺമെൻറ് പോളിസി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ ഫ്രോർഫണ്ടിലേക്ക് വരാൻ കാരണമായതിൻ്റെ ഒരു ഒരു കോർ വാല്യൂ ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് വന്നതെന്നുള്ള കാര്യം. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വീണ്ടും വാട്ട് ലെഡ് ടു ഫോൾ ഓഫ് ഷെയ്ഖ് ഹസീന. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അത് വായിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി. ആദ്യം പറഞ്ഞ ആർട്ടിക്കിൾസ് അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ആർട്ടിക്കിൾ ഇതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏകദേശം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, മറ്റേതിൽ ക്രിട്ടിസൈസേഷനാണ്. എഡിറ്റോറിയൽ എന്ന് പറയുന്നത് എഡിറ്റോറിയൽ ഒപ്പീനിയൻസ് ആണ്, ഓരോ ആളുകളുടെ ഒപ്പീനിയനാണ് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോൺടെക്സ്റ്റിൽ എന്താണ് സ്റ്റോറി എന്നുള്ള കാര്യം വ്യക്തമായിട്ട് വരും. മറ്റേത് ഒരു ഓതറിൻ്റെ ഒരു ഒപ്പീനിയനാണ്, എന്ത് ചെയ്തു, അവരെന്താ അങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെ ആയെന്നുള്ള കാര്യങ്ങൾ. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് കൂടുതലുള്ളത്, ആ സ്റ്റോറി കംപ്ലീറ്റ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ നിന്ന് എൻഡായി, എന്തൊക്കെയായിരുന്നു നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യം.
അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ റീഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുന്നില്ല, നിങ്ങളെല്ലാം റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ കാര്യം ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം റീഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. വിത്തിൻ 1 hour നിങ്ങൾ എല്ലാ കാര്യങ്ങളും വായിക്കണം നിർബന്ധമില്ല കേട്ടോ. മറ്റ് ആർട്ടിക്കിൾസ് ഒന്നും നമുക്ക് ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് വീണ്ടും എൽ ടി സി ജി ഓപ്ഷൻ എങ്ങനെയാണ് റിയാലിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യം മാത്രമാണ് നോക്കാനുള്ളത്. ദെൻ പിന്നീട് നോക്കാനുള്ളത് ബിംസ്റ്റെക് FTA ടോക്സ്. ബിംസ്റ്റെക് എന്താണെന്ന് അറിയില്ലേ? റീജിയണൽ കോർപ്പറേഷനാണ്. സോ അതിൻ്റെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ടോക്സ് നീഡ്സ് റിവൈവൽ വിത്ത് റിയലിസ്റ്റിക് പോസിബിലിറ്റീസ്. സോ എന്താണ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്? ബിംസ്റ്റെക് 7 members ഗ്രൂപ്പാണ് ബിംസ്റ്റെക് എന്നുണ്ട്. ബേ ഓഫ് ബംഗാൾ, ഇന്ത്യ, മ്യാൻമാർ തുടങ്ങിയിരിക്കുന്ന 7 കൺട്രീസ് സെൻറ്ററിലാണ്. ഈ ബിംസ്റ്റെക്കിൽ തന്നെ ഉണ്ട് ഓരോ കൺട്രീസിൻ്റെ പേര്. ബംഗാൾ, ഇന്ത്യ, മ്യാൻമാർ, ഏതായിരുന്നു, തായ്ലൻഡ്, അങ്ങനെ അതൊക്കെ കൺട്രീസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് എനിക്ക് ഒരുപാട് ഗ്രൂപ്പിംഗ്സിലുണ്ട്. ആ ബിംസ്റ്റെക്കിൽ തന്നെ എല്ലാവരുടെ പേരും ഉണ്ടാവും, ആ ഒരു ഏരിയയിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുമായിട്ടുള്ള ബിംസ്റ്റെക്കിൻ്റെ ഒരു FTA ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്താണ്, അതിൻ്റെ ഇടയിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. പിന്നീട് വരുന്ന ഒരേ ഒരു ആർട്ടിക്കിൾസ് ഇന്ത്യ ഫേംസ് ഇൻ ബംഗ്ലാദേശ് ഫേസ് എ റവന്യൂ ഹിറ്റ് ഡ്യൂ ടു ദ ടെർമോയിൽ. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇന്ത്യൻ കമ്പനീസ്, ബംഗ്ലാദേശിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനീസ്, ഇനി എക്കണോമിക് ഫ്രണ്ടിൽ കൂടെ നമ്മൾ അറിയണമല്ലോ. ഇന്ത്യൻ കമ്പനീസ് ഒരുപാട് ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുന്ന് കുറേ ഇന്ത്യ നമുക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതിലും കുറേ ഇഷ്യൂസുകൾ നടക്കുന്നു എന്നുള്ളത് ചെറിയൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഏതൊക്കെയാണ് പിന്നെ ഓട്ടോമൊബൈൽ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അപ്പോൾ ഏതൊക്കെ ഇൻഡസ്ട്രീസാണ് കൂടുതലും നമ്മുടെ ബംഗ്ലാദേശിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യൻ കമ്പനീസ് ഏതൊക്കെ ഓട്ടോമൊബൈൽസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അഗ്രി പ്രൊഡക്ട്സ് ആയിരിക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഏതിലൊക്കെയാണ് ഹിറ്റ് വന്നിട്ടുള്ളത് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. എസ്പെഷ്യലി പറയാനുള്ളത് ബംഗ്ലാദേശിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുന്ന ഓരോ കമ്പനികളാണ് തുടങ്ങുന്നത്. ചൈനയിൽ പോയി ഒരു ടെക്നോളജിക്കൽ കമ്പനി തുടങ്ങിയിട്ട് കാര്യമില്ല, അവിടെ അതിനേക്കാളും ടെക്നോളജിക്കൽ കമ്പനി ഉണ്ട്. ചൈനയിൽ പോയിട്ട് നമ്മൾ അവിടെ ഇല്ലാത്ത സാധനം, ചിലപ്പോൾ അഗ്രി പ്രൊഡക്ഷനായിരിക്കും നമ്മൾ തുടങ്ങുന്ന ഒരു കമ്പനി. ഓക്കെ, ചിലപ്പോൾ സർവീസസിന് നമ്മളൊരു കമ്പനി തുടങ്ങുമായിരിക്കും അവിടെ ബംഗ്ലാദേശിൽ നമ്മൾ ഏതൊക്കെ കമ്പനികളാണല്ലോ, അവിടെ ഇല്ലാത്ത കമ്പനികളായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. ഓട്ടോമൊബൈൽ സെക്ടേഴ്സ്, IT സെക്ടേഴ്സിലുള്ള കമ്പനികളൊക്കെയാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് കൂടുതൽ നോക്കണം. അതിനുള്ള സെർജിനേക്കാളും കൂടുതൽ ബംഗ്ലാദേശിൽ ഇന്ത്യൻ കമ്പനീസ് ഏത് കാറ്റഗറിയിലുള്ള കമ്പനീസാണ് വർക്ക് ചെയ്യുന്ന കാര്യം. സെർജ് ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ടെർമോയിൽ നടക്കുന്ന സമയത്ത് അവിടുത്തെ എല്ലാ ഇൻഡസ്ട്രീസും, അല്ലാതെ നമ്മുടെ ഇൻഡസ്ട്രീസും കൂട്ടിക്കെട്ടുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ദെൻ ഇൻ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ വീണ്ടും ഇന്ത്യ സ്റ്റീൽ പ്രൈസസ് ഹിറ്റ് ഓവർ 3 years ലോസ്. 8 core ഇൻഡസ്ട്രീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് അല്ലേ. 8 core ഇൻഡസ്ട്രീസിൽ വീണ്ടും സ്റ്റീൽ ഇൻഡസ്ട്രീസിന് ഇപ്പം നല്ല രീതിയിൽ ഹിറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഈ ഒരു ഇഷ്യൂ നടക്കുന്നത്? അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ. സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നടന്ന ഇഷ്യൂവിനെ അതിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് വീണ്ടും ഒരു ഡൗൺ ഗ്രേഡിങ് സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്റ്റീൽസിൻ്റെ സ്ക്രാപ്സ് നമുക്ക് ലഭിക്കാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ വരുന്ന ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ ഇതിൽ ബയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ, ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിക്കോട്ടെ, എക്സ്പോർട്ട് ഡ്യൂട്ടി ആയിക്കോട്ടെ, എന്തൊക്കെയാണ് അതിൽ നടക്കുന്ന ഇഷ്യൂസ്? കാരണം നമ്മുടെ സ്റ്റീൽ എന്ന് വെച്ചാൽ 8 core, കാരണം 8 core ഇൻഡസ്ട്രീസിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എക്കണോമിനെ പിടിച്ചു നിർത്തുന്ന 8 core ഇൻഡസ്ട്രീസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർസെൻറ്റേജിലാണ് സ്റ്റീലൊക്കെ നടന്നത്, സ്റ്റീൽ മാനുഫാക്ചറിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇഷ്യൂസ് നടക്കുന്നത്? ഓക്കെ, സോ അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ. എന്തുകൊണ്ടാണ് സ്റ്റീലിൻ്റെ ഈ ഒരു പ്രൊഡക്ഷൻ കുറയുന്നത്, നമുക്കതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ് എന്താണ്? പിന്നെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി ഫീച്ചേഴ്സ് ആൻഡ് ഇഷ്യൂ ഇൻ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർട്ടിക്കിൾ അല്ല, നിങ്ങൾക്ക് ആർട്ടിക്കിൾ വായിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് വായിക്കേണ്ട. ആ ആർട്ടിക്കിൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നോക്കൂ. ദെൻ ഒരേ ഒരു കാര്യം, വാട്ട് ഈസ് എൻ ക്യാരി ട്രേഡ്? ഈ എൻ ക്യാരി ട്രേഡ് വായിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ആർട്ടിക്കിൾ കംപ്ലീറ്റ് വായിക്കാമെന്നില്ല, അത് നേരെ എന്ത് ചെയ്യുക, എൻ ക്യാരി ട്രേഡ് എന്നുള്ള കാര്യം ഗൂഗിൾ ചെയ്ത് നോക്കും. സിമ്പിളായിട്ട് എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. ഓക്കെ, എൻ ക്യാരി ട്രേഡ് എന്തായിരുന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, എൻ ക്യാരി ട്രേഡ് എന്ന് അറിയാമല്ലോ, ചൈനീസ്, നമ്മളിപ്പം ഡോളർ വെച്ചിട്ടാണ് ട്രേഡിങ് നടക്കുന്നത്. അപ്പോൾ എൻ ക്യാരി ട്രേഡ് എന്തായിരുന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വീണ്ടും ബംഗ്ലാദേശിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വേൾഡിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. UK നടക്കുന്ന ഈ ഒരു പ്രിസിപ്പേറ്റഡ് ബൈ ഡിസ്ഇൻഫോർമേഷൻ ആൻഡ് റാസിസം. അപ്പോൾ UK ഒരുപാട് ഇഷ്യൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ്? കാരണം UK എന്താണ് ഈ റാസിസം എന്നും അതുപോലെ തന്നെ
ഡിസ്ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല കേട്ടോ. കാരണം എന്താണ് യു കെയിൽ, കാരണം റേസിസം എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണൽ ഇഷ്യൂസുകളൊക്കെ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ, ഇത് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി. യു കെയിൽ നടക്കുന്ന ഇഷ്യൂസുകൾ എന്താണ്, എന്തുകൊണ്ടാണ് കാരണം എന്നിട്ട് ഡയറക്റ്റ്ലി ഗൂഗിൾ ചെയ്ത് നോക്കിയത്, വായിക്കണം നിർബന്ധമില്ല. പിന്നീട് ഓക്കെ, ചൈന ലോഞ്ചസ് പെട്രോൾ നിയർ കണ്ടക്സ്റ്റഡ് ഷോൾസ് ആസ് ഫിലിപ്പീൻസ് ഹോൾഡ് മിലിറ്ററി ഡ്രിൽസ്. ഇപ്പം സൗത്ത് ചൈന സീയിലെ ഡിസ്പ്യൂട്ട് ഒരുപാട് വർഷങ്ങളായി സൗത്ത് ചൈന സീയിൽ നമ്മൾ ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സൗത്ത് ചൈന സീയിലെ ഡിസ്പ്യൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും, കാരണം ഫിലിപ്പീൻസ്, ഇപ്പോൾ നിങ്ങൾ സൗത്ത് ചൈന സീനെ പറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇന്നത്തെ ഡിസ്കഷൻ വേണമെങ്കിൽ സൗത്ത് ചൈന സീയിലെ ഡിസ്പ്യൂട്ട് എന്തായിരുന്നു, 9 ലൈൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഈവനിങ് ഡിസ്കഷൻ ഇരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തോളൂ. ചൈന എന്ത് ചെയ്യുന്നു, ഏതൊക്കെ കൺട്രീസ് ഇൻവോൾവ് ആയിട്ടുള്ള, മാപ്പ് ബേസ്ഡ് ആയിട്ടാണ്, മാപ്പ് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. 9 ലൈൻ പോളിസി എന്താണ് ചൈനയുടെ, ഏതൊക്കെ ടെറിറ്ററീസ് ആണ് ചൈന ഉള്ളിലാക്കാൻ ശ്രമിക്കുന്നത്, അതിൽ ഫിലിപ്പീൻസ് ഉണ്ട്, അങ്ങനെ പല കൺട്രീസുകളുണ്ട്. ഓസ്ട്രേലിയസിൻ്റെ സെറ്റ് ബാക്കിംഗ് തിരിച്ചടികൾ എങ്ങനെയാണ്, പതുക്കെ പഠിച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കണമെന്നില്ല. സോ ഇവിടെ വീണ്ടും ഫിലിപ്പീൻസിൻ്റെ അധീന പ്രദേശത്തിലുള്ള ഏരിയാസിൽ ചൈനയുടെ അഗ്രസീവ് പോളിസിയാണ്. ഇപ്പോൾ ഫിലിപ്പീൻസിൻ്റെ ടെറിറ്ററി ആണെങ്കിൽ പോലും ചൈന അവിടെ നേവൽ ഷിപ്പുകളൊക്കെ ഇവിടെ കൊണ്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത്, ചൈന ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഇവരുടേതാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നാൽ ആ വഴി ആരുടെ ആവും, ആ വീട്ടുകാരൻ്റെ ആവും അല്ലേ, കുറേ സമയം പോയിക്കൊണ്ടിരുന്നാൽ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് സമയം ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോയിട്ട് ഇത് ഞങ്ങളുടെ ഏരിയ ആയിരുന്നെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സൗത്ത് ചൈന സീയിൽ അവിടെ ഒരുപാട് ഐലൻഡുകളുണ്ട്. ഐലൻഡുകളൊക്കെ കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നേവൽ ഡിപ്ലോയ്മെൻറ്റുകൾ ചൈനയ്ക്ക് സാധ്യമാകും. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പ്ലോറേഷൻസ് ആക്ടിവിറ്റീസ്, ഓഷ്യൻ എക്സ്പ്ലോറേഷൻ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ കംപ്ലീറ്റ് എടുക്കുന്നത്. കാരണം ചൈനയുടെ ഈ ഓഷ്യൻ ടുവേർഡ്സ് എക്സേർഷൻ പോളിസി, അഗ്രസീവ് പോളിസി ചൈന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വർഷമായി, ഏകദേശം 4 വർഷത്തിൻ്റെ മുകളിൽ ഈ ഇഷ്യൂ തുടങ്ങിയിട്ട്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. നമ്മളിപ്പം AI എന്ന് പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇപ്പം മൊത്തം. ഇനിയിപ്പോൾ AIയുടെ കാലഘട്ടം കഴിയാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്നൊരു ഏരിയ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓക്കെ, സോ ആ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്താണെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക, സയൻസ് ആൻഡ് ടെക് ബേസിൽ വായിച്ചു നോക്കട്ടോ, അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ എന്താണ് ക്വാണ്ടം AI എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തമ്മിൽ വ്യത്യാസം എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദെൻ സ്പോർട്സ് പേജിൽ വീണ്ടും ഈ സെയിം കാര്യങ്ങൾ, ഇന്നത്തെ ആ ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. വേറെ നമുക്ക് ആർട്ടിക്കിൾസ് ഒന്നും ഇന്ന് നോക്കാനില്ല. ഇതോടുകൂടി നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന നേരം ആവശ്യമില്ലാത്ത ഏരിയാസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കുക. ടു ദ ഫോക്കസ്ഡ് ആയിട്ട് ഏതാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എന്ത് പഠിക്കണം എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ത് പഠിക്കേണ്ട എന്നുള്ളതാണ്. എന്ത് പഠിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും. സിവിൽ സർവീസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കാണുന്ന എല്ലാം സിവിൽ സർവീസിന് ആവശ്യമായിട്ടില്ലാണ്. ബട്ട് ഇൻ സിവിൽ സർവീസ് പെർസ്പെക്റ്റീവിൽ പഠിക്കാതെ ഇൻ എക്സാം പെർസ്പെക്റ്റീവിൽ പഠിക്കുക എന്ത് പഠിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഉദ്ദേശം എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യലാണ്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വേണമെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് പുറത്തൊക്കെ പോയി പഠിക്കാം. എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് എങ്ങനെ ചോദിക്കാം, നമ്മൾ ഓരോ ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്തും അത് എക്സാമിന് എങ്ങനെ ചോദിക്കാം. ഇത് പ്രിലിംസിന് ചോദിക്കുമോ, മെയിൻസിന് ചോദിക്കുമോ, പ്രിലിംസിനാണെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, മെയിൻസിനായിരിക്കും എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. ചുമ്മാ ആർട്ടിക്കിൾ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ മാത്രം ബൈഹാർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങളിപ്പോൾ ഒരു എഡിറ്റോറിയൽ വായിച്ചോളൂ. എഡിറ്റോറിയൽ വായിച്ച ശേഷം എഡിറ്റോറിയൽ നിന്ന് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്നത്, UPSC എങ്ങനെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, നിങ്ങളതിൻ്റെ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, നിങ്ങൾ തന്നെ UPSC മാറാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആൻസർ എങ്ങനെ എഴുതാമെന്നൊരു സ്ട്രക്ചർ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ആർട്ടിക്കിൾസിൽ ഓരോ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ മേക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അത് എഴുതി നോക്കാം. പിന്നെ എങ്ങനെ പ്രിലിംസിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ആർട്ടിക്കിൾ എങ്ങനെ വായിക്കണം എന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അത് വേണം ഇത് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ട്രൈബൽ കാറ്റഗറി അല്ലേ, ട്രൈബൽ പോപ്പുലേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 10% പോപ്പുലേഷൻ 15% റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിലിംസിന് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് മെജോറിറ്റി ഏതൊക്കെ ട്രൈബൽ കാറ്റഗറി ഉണ്ടെന്ന് മാത്രമേ ചോദിക്കൂ. മെയിൻസിൽ അങ്ങനെ ചോദിക്കാം. പ്രത്യേകിച്ച് ട്രൈബൽ പോപ്പുലേഷൻസിൻ്റെ ഈ ഒരു ഫോർഫിലേക്കുള്ള വരവ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് നോക്കാൻ ശ്രമിക്കും. വെറുതെ കണ്ടന്റുകൾ മാത്രം വായിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ ശ്രമിക്കും. ഓക്കെ, സോ എനിവേ ഓൺലൈൻ സ്റ്റുഡൻസ് മനസ്സിലായോ? ഓക്കെ,
എനിവേ താങ്ക് യു. നമുക്ക് 10 o'clock 9:25 10:15 ആവുന്ന സമയത്ത് നമുക്ക് ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് വായിക്കുന്ന സമയത്ത് ഏകദേശം ആ പെർസ്പെക്റ്റീവ് തന്നെ വായിക്കാൻ ശ്രമിക്കാം. താങ്ക് യു. ഗുഡ് ബൈ.